നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റ് അട്ടിമറിച്ചതായി ആരോപണം. നെല്ലിക്കുഴി പഞ്ചായത്തിലെ 17-ാം വാർഡിലെ ഊരംകുഴി പ്രദേശത്ത് താമസിക്കുന്ന വിധവയായ ഹൃദ്രോഗിയുമായ അലിമ കവലക്കലിന്റെ ലൈഫ് ഭവന പദ്ധതിയുടെ മുൻഗണനാ ലിസ്റ്റാണ് അട്ടിമറിക്കപ്പെട്ടത്. നെല്ലിക്കുഴി പഞ്ചായത്തിൽ ആകെ 650ഓളം പേർ ലൈഫ് ഭവന പദ്ധതിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ ലിസ്റ്റിൽ 29-ാം റാങ്ക് ലിസ്റ്റിലുള്ള കുടുംബത്തെയാണ് നിസാര കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 2 ആഴ്ചക്കാലം മുൻപ് പഴക്കം ചെന്ന വീട് തകർന്ന് നിലംപൊത്തി. ഭാഗ്യം കൊണ്ട് മാത്രം കുടുംബത്തിലാർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അലീമയും മകനും ഭാര്യയും 3 പിഞ്ചുകുട്ടികളും അടങ്ങിയതാണ് ഈ കുടുംബം. 6 സെന്റ് ഭൂമി മാത്രമാണ് ഈ കുടുംബത്തിനുള്ളത്. വച്ചുകെട്ടിയ കൂരയിലാണ് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ വാസം. നാളിതുവരെ പഞ്ചായത്ത് പ്രസിഡന്റോ മറ്റധികാരികളോ ഈ കുടുംബത്തിന്റെ അവസ്ഥ നേരിൽ കാണാൻ എത്തിയിട്ടില്ല എന്ന് വാർഡ് മെമ്പർ ഷർഫിയ ശിഹാബ് ആരോപിച്ചു. 200ഓളം വീടുകളാണ് ലൈഫിൽ പാസ്സാക്കിയിട്ടുള്ളത്. അർഹതയുള്ള കുടുംബത്തെ ഒഴിവാക്കിയതിൽ ആക്ഷേപം ഉന്നയിച്ച് നെല്ലിക്കുഴി പഞ്ചായത്ത് മെമ്പറും UDF പാർലമെന്ററി ലീഡറുമായ MB റജിയും വീട് നിഷേധിക്കപ്പെട്ട അലീമയുടെ കുടുംബവും മനുഷ്യാവകാശ കമ്മീഷനും ലൈഫ് ജില്ലാ മിഷനും പരാതി നൽകി. വളരെ അടിയന്തരമായി അലീമയുടെ കുടുംബത്തിന് ലൈഫ് ഭവന പദ്ധതിയിൽപ്പെടുത്തി വീട് നൽകണമെന്നാവശ്യപ്പെട്ട് നെല്ലിക്കുഴി UDF പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിക്കുമെന്ന് പാർലമെന്ററി ലീഡർ MB റജി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി, വിദേശ പഠനം എന്നിവയാണോ? എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം. ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക്. IELTS, OET, ജർമ്മൻ, CBT എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. റോയൽ ബ്രിട്ടീഷ് അക്കാദമി, മൂവാറ്റുപുഴ, കോതമംഗലം.